ഒരു ദിവസം വല്യപ്പനെ ഓർക്കുകയും പ്രാർത്ഥിക്കാനായിട്ട് വന്നു ചേരുകയും ചെയ്യുക എന്നുള്ളത് അസാധാരണമാണ്. അതിന്റെ കാരണങ്ങൾ, ആദ്യത്തെ കാരണം, ഇന്ന് ആഗോള സഭ ദിവ്യകാരുണ്യത്തിന്റെ ദിവസമായി തിരുനാളായിട്ട് ആഘോഷിക്കുന്ന സമയമാണ്. ആഗോള സഭ ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സ്ഥാപിച്ച തിരുനാളാണ് ദിവ്യകാരുണ്യത്തിന്റെ തിരുനാൾ. ഈ ദിവസം തന്നെ വല്യപ്പന് വേണ്ടി ഒരു കുർബാന അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ സംഭവമല്ല. സാധാരണ ഒരു പള്ളിയും അത് ചെയ്യാൻ പറ്റില്ല. ഒന്ന് ഞായറാഴ്ച, രണ്ട് ദിവ്യകാരുണ്യത്തിന്റെ തിരുനാളും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി സാധാരണ കൊടുക്കാറില്ല. രണ്ടാമത്തെ അസാധാരണത്വം എന്ന് പറയുന്നത് സീറോ മലബാർ സഭയില് ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നത് പുതുഞായർ. പുതുഞായർ എന്ന് പറഞ്ഞാൽ തോമസ് ലീഗാക്ക് ഈശോ നേരിട്ട് ഉയർത്തത്തിന് ശേഷം നേരിട്ട് പ്രത്യക്ഷപ്പെട്ട ദിവസം. അതിനാണ് നമ്മൾ പുതുഞായർ എന്ന് പറയുന്നത്. തോമസ് ലീഗ പറഞ്ഞല്ലോ, അവന്റെ തിരുവിലാവ് കാണാതെ ആ തിരുമുറിവിൽ ഞാൻ വിരലിടാതെ ഞാൻ വിശ്വസിക്കില്ല എന്ന് വാശി പിടിച്ചപ്പോൾ ആ വാശി തീർക്കാൻ വേണ്ടി തോമസ് ലീഗാക്ക് വേണ്ടി മാത്രമായിട്ട് ഈശോ പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പൊ ആ പുതുഞായർ തിരുനാളിന്റെ അന്ന് തോമസ് ലീഗായുടെ നാമധേയത്തിലുള്ള ഇടവകയിൽ ജനിച്ച് വളർന്ന് മരിച്ച് അടക്കപ്പെട്ട വല്യപ്പന് ആ ദിവസം തന്നെ എല്ലാവരും ഓർക്കാനായിട്ട് ഒത്തുചേരുന്നു എന്ന് പറഞ്ഞാൽ അതൊരു അസാധാരണ സംഭവം തന്നെയാണ്. മൂന്നാമത്തത് സമയം. എന്താണ് സമയത്തിന്റെ പ്രത്യേകത? 3 മണി തൊട്ട് 4 മണി വരെ എന്നുള്ളത് തിരുമണിക്കൂറായിട്ടാണ് സഭ ആഘോഷിക്കുന്നത്. ഒരു തിരുമണിക്കൂർ ഈശോയുടെ പീഡാസഹനത്തെ കുറിച്ച് ഓർക്കാനുള്ള സമയം, കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കുന്ന സമയം. ആ സമയത്ത് തന്നെ വല്യപ്പന് വേണ്ടിയിട്ട് ഒരു കുർബാന അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ അതും അസംഭവ്യമാണ്. സാധാരണഗതിയിൽ രാവിലെ കുർബാന ചൊല്ലും, അത് കഴിഞ്ഞിട്ട് ഓഫീസ്, അത് കഴിഞ്ഞ് നമ്മൾ വിളിച്ചു വന്നിട്ടുള്ളവരെ കൂട്ടി ഒരു ഭക്ഷണം കഴിക്കും. പക്ഷെ ഇന്ന് ആ 3 തൊട്ട് 4 മണിക്കൂർ, 4 മണി വരെയുള്ള സമയം എന്ന് പറയുന്നത് പ്രത്യേക കരുണയ്ക്ക് വേണ്ട പ്രാർത്ഥനയുടെ സമയമാണ്. ഇതിനപ്പുറത്തേക്ക് ഒരു മാർപ്പാപ്പൻ മരിച്ച് അടക്കം ചെയ്തതിന് ശേഷമുള്ള 9 ദിവസത്തെ ആചരണം അത് വല്ലപ്പോഴും പിന്നെ നടക്കുള്ളൂ. ആ ദുഃഖാചരണത്തിന്റെ ദുഃഖം ആചരിക്കുന്നതിന് 9ാമത്തെ ദിവസത്തില്, അത് ആദ്യത്തെ ദിവസം തന്നെ വെല്ലുവിളിയും ഓർത്ത് കുർബാന ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അതിനേക്കാൾ സവിശേഷമുള്ളതാണ്. അപ്പൊ ഇതെല്ലാം കൂട്ടിവെച്ച് നോക്കുമ്പോൾ വെല്ലുവിളി എന്തോ ഭാഗ്യം ചെയ്തിട്ടുള്ളതാണ്. എന്തോ കുറെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കണം എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. കാരണം വല്യപ്പൻ എത്ര ശുദ്ധ മനസ്സിലാക്കാനായിരുന്നു എന്നും എങ്ങനെയാണ് പാവപ്പെട്ടവരോടൊക്കെ പെരുമാറിയിട്ടുള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സ്വന്തം നഷ്ടങ്ങളൊന്നും നോക്കില്ല, അവർക്ക് നഷ്ടം തരരുത്. അത് മീൻ വാങ്ങുന്ന കാര്യമായാലും വേറെ ഏത് കാര്യമായാലും അവന്റെ കാര്യം നടക്കട്ടെ. നല്ലതാണെന്നേ മുഴുവൻ. അപ്പൊ വലിയ ചോദിക്കുന്നത് മുഴുവൻ നമുക്ക് തിരിഞ്ഞു തീർക്കാൻ പറ്റും. ഈ സാധനം നോക്കണ അവൻ വേണ്ടി എവിടെ പോയിട്ട് വിൽക്കാനാ, അവൻ അത് മുഴുവൻ വിറ്റ് തീർക്കണമെങ്കിൽ കുറെ നടക്കേണ്ടി വരും. അപ്പൊ അവനൊരു സഹായം ആകാൻ വേണ്ടിയിട്ട് നീ അത് വേണമെന്ന് വിളിച്ചിട്ടോ, കാശെത്ര ചോദിക്കുക പോലും ചെയ്യില്ല. അങ്ങനെയുള്ള ഒരു സഹായം. ഇപ്പൊ ഇവിടെ ഒരു അനൗൺസ്മെന്റ് ഉണ്ട്. ഇന്നത്തെ ദിവസം ഈ മറ്റപ്പള്ളിയിൽ നടക്കുന്ന എല്ലാ കുർബാനയ്ക്കും വിളിച്ചു പറയാനുള്ള ഒരു അറിയിപ്പാണ്. അതെന്താണ് ഞാൻ വായിക്കാം. ഇന്നത്തെ കുർബാനയിൽ നാം എടുക്കുന്ന സ്തോത്ര കാഴ്ച ഇടവകയിലെ അർഹിക്കുന്നവർക്ക് ഭവനം നിർമ്മിച്ചു കൊടുക്കുവാനും ചികിത്സാ സഹായത്തിനും മറ്റു കാരുണ്യ പ്രവൃത്തികൾക്കും വേണ്ടിയാണ്. കാരുണ്യ പ്രവൃത്തികൾക്കായുള്ള ഈ നിധിയിലേക്ക് ഔദാര്യപൂർവ്വം നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പൊ ഇന്ന് ഈ കുർബാനയിൽ നമ്മൾ എടുക്കുന്ന സ്തോത്ര കാഴ്ച ഈ കാര്യത്തിന് വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയൊരു സന്തോഷമുള്ള വേറെ കാര്യം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവൻ എങ്ങനെയോ വല്യപ്പന്റെ ആഗ്രഹത്തിന്, ആവശ്യത്തിന് അനുകൂലമായിട്ട് നടത്തുന്നു എന്നുള്ളതാണ്.
എന്റെ പരിമിതമായിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ വല്യപ്പൻ സ്വർഗത്തിലാണ് എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയില്ല. കാരണം ഞാൻ ആരാധനയിൽ ഇരിക്കുമ്പോൾ 7-8 മണിക്കൂർ ഇരിക്കുമ്പോൾ നമ്മുടെ വീട്ടുകാരെ കുറിച്ച് ഓർക്കുകയും ഞാൻ ഓർക്കാനുള്ള കാരണം ജഡ്ജി ഇരിക്കുന്ന സ്ഥലമാണ് കോടതി, ടീച്ചറും അധ്യാപകരും ഉള്ള സ്ഥലമാണ് സ്കൂള്. അത് മരത്തിന്റെ ചുവട്ടിലായാലും കടൽ തീരത്തായാലും പാർക്കിലായാലും എവിടെയായാലും അങ്ങനെയാണ്. കോടതി സ്കൂൾ എന്ന് പറയുന്നത് ബിൽഡിംഗ് അല്ല, ഒരു പ്രവർത്തനം നടക്കുന്ന സ്ഥലമാണ്. ക്രയം നടക്കുന്ന സ്ഥലത്തിന് മാർക്കറ്റ് എന്ന് പറയും. അതിന് ബിൽഡിങ്ങിനൊന്നും ആവശ്യം, അത് എവിടെയാണ് നടന്നാലും മാർക്കറ്റ് എന്ന് പറയുന്നു. എന്ന് പറഞ്ഞ പോലെ സ്വർഗം എന്ന് പറയുന്നത് ആരാധന നടക്കുന്ന സ്ഥലമാണ്. അതിപ്പോ മരത്തിന്റെ ചോട്ടിലായാലും വേറെ എവിടെയെങ്കിലായാലും അത് സ്വർഗമാണ്. ആരാധന നടക്കുന്ന സ്ഥലമാണ് സ്വർഗം. സ്വർഗത്തിൽ ആരാണ്? സ്വർഗവാസികൾ. അതാരൊക്കെ? വിശുദ്ധനും മാലാഖമാരും. അപ്പൊ കോട്ടയത്ത് ക്രിസ്ത്യൻ ധ്യാന കേന്ദ്രത്തില് വിജയാരാധന കൂടാരത്തിൽ ആരാധനയിൽ ഞാൻ ഇരിക്കുമ്പോൾ ഞാൻ നമ്മുടെ ആളുകളെ ആരുടെ സ്വർഗത്തിലുണ്ടാവും. അപ്പോ ഞാൻ ആരെയാണോ ഞാൻ ഓർക്കുന്നത്, അവരെ ഓർക്കുന്ന സമയത്ത് എന്റെ മനസ്സിൽ ഒരു സമാധാനവും ഒരു ആശ്വാസവും എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് വിശ്വാസമാണ് അവർ സ്വർഗത്തിലാണ്. ആ സമയത്ത് വേറെ ചിലരെ ഓർക്കുന്ന സമയത്ത് ഒന്നും തോന്നുന്നില്ല, അല്ലെങ്കിൽ അല്പം സങ്കടം, അല്ലെങ്കിൽ അല്പം വിഷമം, അല്ലെങ്കിൽ അല്പം അസ്വസ്ഥത തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ വ്യക്തികൾക്ക് വേണ്ടി ഇനിയും നമ്മൾ പ്രാർത്ഥിച്ച് അവരെ സഹായിക്കണം എന്നാണ്. ഞാനിത് പറഞ്ഞതുകൊണ്ട് കുർബാനയ്ക്ക് ശേഷം നിങ്ങൾ ആരും വന്ന് ചോദിക്കേണ്ട എന്റെ അപ്പന്റെ കാര്യം എങ്ങനെയാ, എന്റെ അമ്മയുടെ കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നില്ല. അത് എനിക്കുള്ള കാര്യമാണ്, അത് ഞാൻ ചെയ്തോളാം. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് വിജയത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്റെ മനസ്സിൽ എപ്പോഴും ഒരു സാധാരണ നാടുകാരൊക്കെ പറയാൻ ടൈമൊക്കെ ഒരു ശുദ്ധനാണ്. ആ ശുദ്ധതയുടെ ആ ശുദ്ധ മനസ്സിന്റെ ഒരു ഉത്തമ ഉദാഹരണം പോലെ ആയിരിക്കണം ഇന്ന് ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം ഒത്തുവന്നിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ വല്യപ്പൻ സ്വർഗത്തിലുണ്ട് എന്ന് വിശ്വസിക്കുന്നതിന് എനിക്ക് ഒരു മടിയുമില്ല, അതിന് എന്റെ മനസ്സിൽ ഒരു തടസ്സവുമില്ല. എന്ന് വിചാരിച്ച് സഭയുടെ നാമത്തിൽ ഔദ്യോഗികമായി വിശുദ്ധനാണ് എന്ന് ഞാൻ പ്രഖ്യാപിക്കുകയൊന്നുമല്ല ചെയ്യുന്നത്. ഞാൻ എന്റെ പേഴ്സണലായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ആത്മീയമായ അനുഭവത്തിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുകയാണ്. അത് നിങ്ങൾ സൂക്ഷിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, എന്റെ അനുഭവം ഉള്ളതുകൊണ്ട് ഞാനിത് ഈ ഓരോ കാര്യങ്ങളും എന്റെ ആ ചിന്തയ്ക്ക് കൺഫർമേഷൻ പോലെയാണ്. ഓരോ കാര്യങ്ങളും എത്ര അനുകൂലമായിട്ടാണ്. സത്യം പറഞ്ഞ് ഞാനും ജോഷി യേശുവിനും ജോസഫും ആനന്ദവും സിസ്റ്റർമാരും ഒക്കെ പറഞ്ഞത് ആ 10-ാം കാലം പ്രമാണിക്കും. ഞാനിത് പറഞ്ഞിട്ടാണ് നമുക്ക് നമ്മുടെ പ്രശ്നമല്ല, നമുക്ക് ചെയ്യാതെ നമ്മൾ ചെയ്യാം. പക്ഷെ ഇവിടെ വന്നപ്പോ കാര്യങ്ങൾക്ക് വ്യത്യാസം. അപ്പോ വല്യപ്പന് എന്തോ ഒരു പ്രത്യേക ഒരു ഇതുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നതാണ്, നിങ്ങളുടെ എന്ത് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും ധൈര്യമായിട്ട് വല്യപ്പനോട് നിങ്ങൾ പറഞ്ഞോ. വല്യപ്പൻ പറ്റാവുന്ന രീതിയിൽ തീർച്ചയായിട്ടും നമ്മെ സഹായിക്കും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ